ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സംശയം തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ് റോഡിൽ മുൻഗണന കൊടുക്കേണ്ട വാഹനങ്ങൾ. അപ്പം നമുക്ക് ആംബുലൻസും ഫയർഫോഴ്സിന്റെ വാഹനവും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് സംശയം തോന്നും. ഇതിൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഫയർഫോഴ്സ് വാഹനത്തിനാണ്. ആംബുലൻസ് ഒരു ജീവനും കൊണ്ടായിരിക്കും പോകുന്നത്, പക്ഷേ ഫയർഫോഴ്സ് നിരവധി ജീവനം രക്ഷിക്കാനുള്ള ഒരു പോക്കായിരിക്കും പോകുന്നത്, വല്ല തീപിടുത്തോ കാര്യങ്ങളോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പം ആദ്യം ഫയർഫോഴ്സിന്റെ വാഹനത്തിന്, രണ്ടാമത് ആംബുലൻസിന്, മൂന്നാമത് പോലീസ് സർവീസ് വാഹനങ്ങൾ. പോലീസും ഇതേ കണക്കൊരു എമർജൻസി വാഹനമാണല്ലോ, എന്ത് നടന്നാലും ആദ്യം നമ്മൾ പോലീസിനെയാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ പോലീസ് സർവീസ് വാഹനങ്ങൾക്ക് മൂന്നാമത്. നാലാമത് ജലം, വൈദ്യുതി, നമ്മുടെ KSEBിയുടെ വണ്ടി, പിന്നെ ജലവുമായിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർക്ക് ജലവുമായിട്ട് പോകുന്ന വണ്ടി, അങ്ങനെ പിന്നെ വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണിക്ക് പോകുന്ന വണ്ടി, പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട പണിക്ക് പോകുന്ന വണ്ടി, അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ നടക്കില്ലേ, റോഡിൽ പൈപ്പ് കൂട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകത്തില്ലേ വണ്ടികൾ, അവർക്കാണ് നാലാമത്തെ പരിഗണന. ജലവും വൈദ്യുതി പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്ക് പോകുന്ന, ഇപ്പം ഏതെങ്കിലും ഒരു വണ്ടിയിൽ എഴുതി വെച്ചിട്ടില്ലേ എമർജൻസി ഡ്യൂട്ടി, ഗവൺമെന്റ് ഡ്യൂട്ടി എമർജൻസി എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, അങ്ങനെയുള്ള വണ്ടികൾക്കാണ് നാലാമത് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത് ഫയർഫോഴ്സ് ആണ്, മറക്കരുത്, തെറ്റിപ്പോരുത്. ഒന്നാമത് ഫയർഫോഴ്സ്, രണ്ടാമത് ആംബുലൻസ്, മൂന്നാമത് പോലീസ് സർവീസ് വാഹനങ്ങൾ, നാലാമത് ജലം, വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾക്ക് എമർജൻസി ഡ്യൂട്ടിക്ക് പോകുന്ന വാഹനങ്ങൾ.